DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ ഇനി വരുന്ന അടുത്ത 5 ദിവസം ഉയർന്ന താപനിലയായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നീ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുകയാണ്. RC ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത്. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. മാർച്ച് 1 മുതൽ RC ബുക്കുകൾ ഡിജിറ്റലാക്കുന്നതിന് മുന്നോടിയായി പ്രത്യേക നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരിയിൽ തന്നെ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ H. നാഗരാജു അറിയിച്ചിട്ടുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. അടുത്ത അറിയിപ്പ്, അതിർത്തി കടന്ന വ്യാജ വെളിച്ചെണ്ണ സംസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാസവസ്തുക്കളും മായം കലർന്ന ഭക്ഷ്യ എണ്ണകളുമാണ് വ്യാപകമായി വിൽപ്പനയ്ക്കെത്തുന്നത്. വില കുറച്ച് പാക്കറ്റുകളിലും കുപ്പികളിലും കന്നാസുകളിലും നിറച്ച് വിവിധ ബ്രാൻഡുകളായിട്ടാണ് വിറ്റഴിക്കപ്പെടുന്നത്. വ്യാജ വെളിച്ചെണ്ണയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ കാങ്കയം, കരൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയും മറ്റ് പല റോഡുകളിലൂടെയും ഊടുവഴികളിലൂടെയും ടാങ്കർ ലോറികളിലും മറ്റ് ചരക്ക് വാഹനങ്ങളിലും സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. മാരകമായ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത്തരം വെളിച്ചെണ്ണകൾ കാരണമാകുന്നു. വ്യാജ വെളിച്ചെണ്ണ ലോബികൾക്കെതിരെ ചെക്ക് പോസ്റ്റുകളിൽ നടപടിയില്ലാത്തത് ഗുരുതരമായ അവസ്ഥയാണ്. കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേരിൽ 62 ബ്രാൻഡുകളാണ് അടുത്തിടെ കണ്ടെത്തിയത്. ചട്ടിയിൽ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ മണം വന്നാൽ മായം സംശയിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഗ്ലാസ്സിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ വെളിച്ചെണ്ണ മാത്രം കട്ടിയാവുകയും മറ്റുള്ള എണ്ണയുണ്ടെങ്കിൽ വേറിട്ട് നിൽക്കുകയും ചെയ്യും. അടുത്ത അറിയിപ്പ്, വിൽപ്പന നടത്തിയതോ ഭാഗം ചെയ്തതോ ആയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അടിയാധാരം ഹാജരാക്കേണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ ചെന്നൈ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. അടിയാധാരം ഹാജരാക്കാത്തതിനാലോ അസലാധാരം നഷ്ടപ്പെട്ടതിനാൽ പോലീസിന്റെ നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാലോ ഭൂമികളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുതെന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി ശരിവെച്ചത്. രജിസ്ട്രേഷൻ നിയമത്തിലെ റൂൾ 55A1 കണക്കിലെടുത്ത് അടിയാധാരം ഹാജരാക്കിയില്ലെന്ന് കാണിച്ച് അവകാശ ഒഴിമുറിയാധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിച്ച കേസിലാണ് വിധി പ്രസ്താവന. അടിയാധാരത്തിന്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടെന്നിരിക്കെ അത് പരിശോധിച്ച് പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു വിതരണമാണ് ഇനി നടക്കാനുള്ളത്. ഇപ്പോഴിതാ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. PM കിസാന്റെ 19ാം ഗഡു വിതരണം ഫെബ്രുവരി 24 തന്നെയാണ് നടക്കുന്നത്. ഇത് ഒഫീഷ്യലായി പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രോഗ്രാംസുകളും ചാർട്ട് ചെയ്യുന്ന PM ഇവന്റ്സിൽ ഈ അറിയിപ്പ് എത്തിയിട്ടുണ്ട്. എന്തായാലും 19ാം ഗഡു വിതരണത്തിന്റെ ഡേറ്റ് കേന്ദ്രം ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം എത്തിച്ചേരും. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും ആളുകൾക്ക് പോലും ഇത്തവണ തുക ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. തുക ലഭിക്കാത്തവരുടെ ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി 24 PM കിസാന്റെ 19ാം ഗഡുവായ 2000 രൂപയുടെ വിതരണം നടക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.